എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാറാണ്. അച്ചാർ ഉണ്ടാക്കാനായി ഞാൻ എടുത്തത് 1 കിലോ നാരങ്ങയാണ്. ഇത് നന്നായിട്ട് കഴുകി ഒരു തുണി കൊണ്ട് വെള്ളമെല്ലാം തുടച്ചു മാറ്റിയതാണ്. തൊലിക്ക് കട്ടി കുറഞ്ഞതും നല്ല പഴുത്തതുമായ നാരങ്ങ വേണം അച്ചാർ ഉണ്ടാക്കാൻ വാങ്ങേണ്ടത്. ആദ്യം നമുക്ക് നാരങ്ങ ആവിയിൽ വാട്ടിയെടുക്കാം. അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഗ്യാസിൽ വെച്ച് തിളയ്ക്കുമ്പോൾ ഒരു സ്ട്രെയിനറിൽ നാരങ്ങയിട്ട് പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് അടപ്പ് കൊണ്ടടച്ച് 5 മിനിറ്റ് ആവി കയറ്റുക. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് മാറ്റി നാരങ്ങ സോഫ്റ്റ് ആയോ എന്ന് നോക്കുക. നാരങ്ങ പൊട്ടിപ്പോകരുത്. സോഫ്റ്റ് ആയെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്ത് വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് മാറ്റി തണുക്കാൻ വയ്ക്കുക. നാരങ്ങ തണുത്ത് കഴിയുമ്പോൾ ഒരു തുണി കൊണ്ട് തുടച്ച് വെള്ളം നനവ് മാറ്റുക. എന്നിട്ട് 4ആയിട്ട് മുറിച്ച് ഒരു ബൗളിലിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. 2-3 മണിക്കൂർ ഉപ്പ് പിടിക്കാനായിട്ട് വയ്ക്കണം. ഇനി അച്ചാർ ഉണ്ടാക്കാനായി ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് 1 കപ്പ് നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ 3/4 കപ്പ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 കപ്പ് വെളുത്തുള്ളി അല്ലി, 6 കാശ്മീരി മുളക് അകത്തെ അരി കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ചത്, കുറച്ചധികം കറിവേപ്പില ഇത്രയിട്ട് മൂപ്പിക്കുക. ഫ്ലെയിം ഏറ്റവും ലോയിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ടോ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കായപ്പൊടി, 8 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയിട്ട് ഇളക്കുക. ചൂടെണ്ണയായതുകൊണ്ട് മുളക് പൊടി ഇടുമ്പോൾ തന്നെ മൂക്കും. പെട്ടെന്ന് തന്നെ 1/4 കപ്പ് വിനാഗിരി ഒഴിക്കുക. നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്തെങ്കിൽ ഗ്യാസ് ഓൺ ചെയ്ത് നന്നായിട്ട് ഇളക്കുക. തിളയ്ക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉലുവയും വറുത്ത് പൊടിച്ചത് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉലുവയും ഒരു പാനിൽ എണ്ണയൊന്നും ഒഴിക്കാതെ ഒരുമിച്ചിട്ട് മൂപ്പിക്കുക. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കുമ്പോൾ മിക്സിയുടെ ജാറിൽ പൊടിക്കുക. എൻ്റെ കയ്യിൽ പൊടിച്ചത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ പൊടിക്കാതിരുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന നാരങ്ങയിട്ട് നന്നായിട്ട് ഇളക്കുക. ഉപ്പ് ചെക്ക് ചെയ്ത് കുറവുണ്ടെങ്കിൽ അല്പം കൂടി ചേർക്കാം. അച്ചാറിന് നിങ്ങൾ മധുരം ഇടുന്നവരാണെങ്കിൽ ഈ സമയം 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയോ 1 കഷ്ണം ശർക്കരയോ ചേർക്കാം. നമ്മുടെ നാരങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. തണുക്കുമ്പോൾ വെള്ളനനവില്ലാത്ത ഒരു കുപ്പിയിൽ അടച്ചു സൂക്ഷിക്കുക. ഉടനെ എടുക്കാതെ 2 ആഴ്ച കഴിഞ്ഞ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴേക്കും നാരങ്ങയിൽ ഉപ്പും എരിവും പിടിച്ചിരിക്കും. അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഏറെ നാൾ കേടുകൂടാതിരിക്കും. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.